മലയാള സിനിമയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ ഒരു സംവിധായകനാണ് ഡോക്ടർ ബിജു. അദ്ദേഹത്തിൻ്റെ പുതിയൊരു ചിത്രം അത് ഓസ്കാർ നോമിനേഷൻ നേടിയിരിക്കുന്നു. ഓസ്കാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അതാണ് മലയാള സിനിമയ്ക്ക് വലിയ അഭിമാനമുള്ളൊരു നിമിഷമാണ്. പ്രത്യേകിച്ച് ഒരു പ്രാദേശിക ഭാഷയിൽ നിന്ന് ഇത്തരത്തിലൊരു ചിത്രം അതും ഓസ്കാർ നോമിനേഷൻ വരെ എത്തി നിൽക്കുന്നു. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഓസ്കാർ അവാർഡ് എന്ന് തന്നെയാണ്. അപ്പോൾ ഡോക്ടർ ബിജു 24നോടൊപ്പം ചേരുന്നുണ്ട്. സർ, വലിയ സന്തോഷം നമ്മുടെ ഒരു ചിത്രം ഇങ്ങനെ നോമിനേഷൻ ഘട്ടം വരെ എത്തി നിൽക്കുന്നു. അതെ 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 ഇതൊരു ശരിക്കും നമ്മുടെ ഒരു ചിത്രം എന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ ഒരു കോപ്പറേഷനാണ്. ഇന്ത്യയും പപ്പുവ ന്യൂഗിനിയും തമ്മിലുള്ളൊരു കോപ്പറേഷനാണ്. പപ്പുവ ന്യൂഗിനിയാണ് ശരിക്കും ഈ സിനിമ ഓസ്കാറിന് വേണ്ടി അവരുടെ രാജ്യത്തിൻ്റെ എൻട്രി ആയിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഷയിൽ അവരുടെ ഭാഷയുണ്ട്. ടോക്പിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള പപ്പുവ ന്യൂഗിനിയുടെ ഭാഷയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നീട് ഹിന്ദിയും ഇംഗ്ലീഷും ബംഗാളിയും ഉണ്ട്. അപ്പോൾ മലയാളം ഇല്ല സത്യത്തിൽ. അതെ, പക്ഷേ അത് ഈ പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ ലാംഗ്വേജുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അവരുടെ ഭാഷ പ്രധാനമായും ഒരു പപ്പുവ ന്യൂഗിനി സിനിമയാണത്. നമ്മുടെ ഇന്ത്യൻ കോർപ്പറേഷൻ കൂടിയുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവരത് ആ രാജ്യത്തിൻ്റെ ഔദ്യോഗിക എൻട്രി ആയിട്ട് ആണ് ഇപ്പോൾ ഓസ്കാറിന് സമർപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അങ്ങാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു അഭിമാനം കൂടിയാണ്. കാരണം നമ്മുടെ ഒരു ക്രാഫ്റ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമ, നമ്മുടെ അതിൻ്റെ ഇതൊക്കെ ബലം അങ്ങനെയാണല്ലോ, ആത്മാവ് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഘട്ടത്തിൽ ഇപ്പോൾ എങ്ങനെ അവാർഡ് ഇത് അന്തിമ പ്രഖ്യാപനം വരുമ്പോൾ നമുക്കതിൽ വലിയ പ്രതീക്ഷയുണ്ടോ? അല്ല, അതിൽ ഒത്തിരി ഇന്ത്യൻ പാർട്ണർഷിപ്പുണ്ട്. കാരണം നമ്മുടെ ടെക്നീഷ്യന്മാർ തന്നെ ഇപ്പോൾ അതിൻ്റെ ക്യാമറമാൻ യദു രാധാകൃഷ്ണൻ, എഡിറ്റിംഗ് ഡേവിസ്, പ്രൊഡക്ഷൻ ഡിസൈനർ ദിലീപ്, അങ്ങനെ കുറേ ആളുകൾ, സൗണ്ട് സാനു, അങ്ങനെ കുറേ ആളുകൾ, മലയാളികൾ, സാങ്കേതിക പ്രവർത്തകരുണ്ട്. മലയാളിയായ നടൻ പ്രകാശ് ബാരെ അതിനകത്തൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബംഗാളി നടിയാണ് ഋതാബാരി ചക്രവർത്തി പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ അത്തരത്തിലൊരു കോപ്പറേഷൻ ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഘട്ടം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളുടെയും സബ്മിഷൻ തീർന്നതിന് ശേഷം ഓസ്കാർ കമ്മിറ്റി അതിൻ്റെ വോട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു 16 പിന്നെ സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഡിസംബർ 16-നാണ് അവർ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റിലേക്ക് വരിക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇനി ഇതിൻ്റെ ഒരു ക്യാമ്പയിനൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ലോസ് ആഞ്ചൽസിൽ പോയി ഇത് ക്യാമ്പയിൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ ആളുകൾ വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഇനിയിപ്പോൾ രണ്ട് രാജ്യങ്ങളും പപ്പുവ ന്യൂഗിനിയുമായിട്ട് കൂടി ആലോചിച്ചിട്ട് എങ്ങനെയാണ് ക്രൂ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും തിയേറ്ററുകളിൽ ആഘോഷിക്കപ്പെട്ട ഇപ്പോൾ മലയാള സിനിമയാവട്ടെ ഇന്ത്യൻ സിനിമകളാവട്ടെ അതൊന്നും ഈ ഓസ്കാർ വേദികളിലേക്ക് എത്തുന്നില്ല. ആരാലും കാണപ്പെടാതെ പോകുന്ന ഒരു പിടി ചിത്രങ്ങളായിരിക്കാം ഒരുപക്ഷേ അല്ലേ ഇങ്ങനെ കലാമൂല്യമുള്ള അത്തരം വേദികളിലേക്ക് എത്തുന്നത് അല്ലേ? അതും ഒരു ഇതല്ലേ? കാരണം സോയുടെ ഈ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ എന്നുള്ള കാറ്റഗറി, നേരത്തെ അത് ഫോറിൻ ഫിലിം എന്നുള്ളതായിരുന്നു ആ കാറ്റഗറി. ആ കാറ്റഗറിയിലേക്ക് പൊതുവേ എല്ലാ രാജ്യങ്ങളും സെലക്ട് ചെയ്യുന്ന കുറച്ചുകൂടി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളാണ്. ഇപ്പോൾ തന്നെ മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ഏകദേശം ഒരു 12ഓളം രാജ്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പല രാജ്യങ്ങളും അനൗൺസ് ചെയ്തിട്ടുള്ളത് ക്യാനിൽ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ ബെർലിനിൽ സ്ക്രീൻ ചെയ്തിട്ടുള്ള സിനിമകൾ, അങ്ങനെ പല ചലച്ചിത്ര മേളകളിൽ സ്ക്രീൻ ചെയ്തിട്ടുള്ള സിനിമകളാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമകളല്ല പൊതുവേ ഈ ഒരു ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്നുള്ള കാറ്റഗറിയിൽ ഓരോ രാജ്യങ്ങളും സെലക്ട് ചെയ്യുന്നത്. അത് കൂടുതൽ ഇന്ത്യയാണ് അത്തരത്തിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ കുറച്ചുകൂടി വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ഭൂരിഭാഗം സമയങ്ങളിലും അല്ലാതുള്ള ആർട്ടിസ്റ്റിക് സിനിമകളാണ് ഇന്ത്യയിൽ നിന്നും കൂടുതലും ചെയ്യാറുള്ളത്. എന്തായാലും ഡോക്ടർ എസ് ബിജുവിന് ഓസ്കാർ അവാർഡ് ലഭിക്കട്ടെ. ഒപ്പം ഇന്ത്യക്കും കേരളത്തിനും വലിയൊരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ടാവട്ടെ. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.